മൂടി വെച്ചു. നമ്മുടെ മൂടിയില്ലാത്തോണ്ട് വേറൊരു പാൻ എടുത്തിട്ട് തന്നെ മൂടി വെച്ചോ. സാധനം കാണിച്ചു കൊടുക്കാണ്ട് കൂട്ടുകാർക്ക്. എന്ത് സാധനം? ഇവിടുത്തെ മീറ്റും കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കണ്ടോ. എന്ത് പ്രശ്നത്തിനും പരിഹാരം ഫാംബോയിന്റെ അടുത്ത്. പൊന്നുവിനെയും കാണാനില്ല, കുഞ്ഞിപ്പെണ്ണിനെയും കാണാനില്ല. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് കുറച്ച് കറങ്ങാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ തന്നെ ഇരുന്ന് ബോറടിച്ചു. ഇവിടെ തന്നെ ഇരുന്ന് അമ്മയ്ക്കും മോക്കും ബോറടിച്ചെന്നാണ് പറയുന്നത്. മോള് താണ്ടേ ഒരു കുഞ്ഞുമാവയുണ്ട് എന്റെ കയ്യിൽ. അവിടെ കുഞ്ഞുമാവന്റെ പേര് സ്കൈ. സ്കൈ ബേബി അപ്പം പൊന്നുവിന്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വണ്ടീൻ്റെ ക്യാരവാൻ്റെ ഉള്ളിൽ തന്നെയാ, പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നു. നമുക്ക് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെക്കാനൊക്കെ പെട്ടെന്ന് തീർന്നു പോയില്ലേ. നമ്മൾ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് വെച്ചപ്പോഴേക്കും സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരണം. വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. പൊന്നുവിനാണ് വിശന്നിട്ടും വയ്യ കേട്ടോ. പൊന്നുവിന് രാവിലെ തൊട്ട് രാവിലെ കുറച്ച് ഫുഡ് എന്തോ കഴിച്ചോളൂ, ചോറെന്തോ കഴിച്ചിട്ട് ഇരിക്കുന്നയാ. കുഞ്ഞാ, നിനക്ക് വിശക്കുന്നില്ലേ? പിന്നെ ഇല്ലാന്നോ, ഇവള് നമുക്ക് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് അറിയാം, മക്കൾക്ക് ഫീഡ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് വിശപ്പായിരിക്കും. പിന്നെ എനിക്ക് പറയണ്ട, പൊതുവെ വിശപ്പുള്ള ഒരാളായത് കാരണം കുറച്ചും കൂടെ കൂടുതൽ. പൊന്നു എങ്ങനെ ഇരിക്കുന്നുള്ളൂ നോക്കണ്ട കേട്ടോ. പൊന്നു നല്ല വിശപ്പാ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇന്നപ്പോ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പോകുന്നു. നിങ്ങൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. അതിനുള്ളിൽ എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, അടിപൊളിയായിട്ട് കഴിക്കുന്നു. ഒരാൾ നോക്ക് നോക്ക് നോക്ക്. നമ്മളപ്പോ കുറച്ച് സാധനം മേടിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ എന്നൊക്കെ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു സാധനം അതിലുണ്ട്. അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. എന്താ, നമ്മുടെ മുന്നിൽ തന്നെ ക്യാരവാൻ ഉണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. കുഞ്ഞിപ്പെണ്ണിനെ കാർ സീറ്റിൽ എത്തട്ടെ. സ്റ്റാർട്ടാക്കി. അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കി. സ്റ്റാർട്ടാക്കിയപ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു ചിരി. കുഞ്ഞിപ്പെണ്ണ് യാത്ര ഭയങ്കര ഇഷ്ടല്ലേ. ഇപ്പൊ പോവാം. എന്നോടും അങ്ങനെ മയക്കപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാ. നീ ഹോട്ട്സ്പോട്ട് ഒന്നും അയക്കുക എന്റെ ഫോണിൽ. നിനക്കെന്താ ചിരി വരുന്നത്? നിന്റെ കണ്ണ് കാണാൻ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞ. നോക്കട്ടെ, ഓണാടാ കുട്ടാ, അത് നോക്കട്ടെ. ചെക്കന് നാണവാ. എന്താടാ ചേട്ടാ, സാമേട്ടാ, എന്നെ വെച്ച് ശ്യാമേട്ടാന്നോ? അതെന്റെ അപ്പിയല്ലേ. ഇന്നലെ പെണ്ണിനെ കാണിച്ചില്ല പറഞ്ഞ് ഭയങ്കര പരാതിയാ കൂട്ടുകാർക്ക്. സ്കൈ ബേബി എവിടെ പോയിന്ന് ഞാൻ പറഞ്ഞ ടാറ്റ പോയിന്ന്. സ്കൈ ബേബിക്ക് കുടുംബാ പറഞ്ഞു. അമ്മ പറഞ്ഞു അങ്ങനെ. തുണി എന്തിനകത്ത് കാലയിൽ ഇടാൻ വേണ്ടി ഇട്ടതല്ലേ. എല്ലാവരും അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണാണ്ട് പോയ ട്രൗസർ കിട്ടിയോ. ട്രൗസർ കിട്ടി കണ്ടോ? ട്രൗസർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. തുണി എടുത്തതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഏറ്റവും ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ കൊരട്ടി എന്താ പറയുന്നേ? കൊരട്ടി ചുരുട്ടി എടുത്തോണ്ട് വന്നു. മഴ പെയ്യുമ്പോ നീ എല്ലാം കൂടി. അപ്പൊ പോവാ. നേരെ നമ്മൾ പുറകോട്ട് എടുത്തു. സീറ്റ് ബെൽറ്റ് ഇട്ടോ? നീ ഇട്ടു. നീ ഇട്ടോ? ഞാൻ ഇട്ടിട്ടില്ല. ഇടാത്തെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ. എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ ഇഷ്ടമല്ല. ഇവിടുത്തെ അങ്ങനെയല്ല ചേച്ചി. ഇവിടുത്തെ സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഇവിടെ വസ്തുന്ന വരിക. എനിക്ക് അപ്പൊ ഇങ്ങനെ പോരാൻ പറ്റില്ല സംസാരിക്കാന്. നമ്മളെവിടെ ടെസ്കോയിലാ പോണ്ടേ? പുറകോട്ടാ ടെസ്കോ. ചേച്ചി ചേച്ചാ, വണ്ടിയിലാണ് ഇല്ലാത്ത സാധനങ്ങളില്ല. എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ വണ്ടിക്കകത്ത്? ഫുൾ സാധനങ്ങള്. വെള്ളം കുപ്പി, കാരിക്കുപ്പി, തുണീന്റെ അത് ഇത് എല്ലാം ഉണ്ട്. നമ്മുടെ സ്ഥലം കണ്ടോ? നമ്മുടെ ക്യാരവാൻ ദേ കിടക്കുന്നു. സ്പേസ് ഉണ്ട് നമ്മുടെ. ഇവിടെയാണ് സ്വന്തമായിട്ട് സ്ഥലം വരെയുണ്ട് യുകെയില്. കുഞ്ഞേ, കുട്ടി
വെയില് 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 കുഞ്ഞു. അയ്യോടാ, ഇവിടെ വെയിൽ അങ്ങനെ വരത്തില്ല. അത് കാരണം ഇവിടെ വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വിറ്റാമിൻ ഡിന്റെ കുറവാട്ടോ കൂട്ടുകാരെ. വൈറ്റമിൻ ഡിന്റെ കുറവ് വരും. നമുക്കും ഉണ്ടായിരുന്നു, നമുക്ക് കാണിച്ചപ്പോഴും പറഞ്ഞു അല്ലേ ചേ? അതെ, അപ്പൊ നമ്മള് വിറ്റാമിൻ ഡിന്റെ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് കഴിക്കൂട്ടോ. അത് കഴിച്ചാലാണ് നമ്മുടെ ബോഡി അതുമായിട്ട് കറക്റ്റ് ആവുള്ളൂ. കുഞ്ഞിപ്പെണ്ണിനും ഉണ്ട് വിറ്റാമിൻ ഡിന്റെ ഡ്രോപ്സ്. ഇവിടെ നമ്മളുടെ കുറെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അൽദി, ടെസ്കോ, ലിഡില്, പിന്നെന്താ മോറിസണ്, പിന്നെ എന്താ ഉണ്ടായിരുന്നല്ലോ അവിടെ സെയിൻസ്ബറി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മെയിൻ ആയിട്ടുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളാട്ടോ ഇത്. മെയിൻ ആയിട്ടുള്ള എല്ലാ ഒരു സെന്ററുകളിലും ഇത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാ ടൗണുകളിലും ഉണ്ടാവും അല്ലേ ചേ? എല്ലാ ടൗണിലും ഉണ്ടാവും. ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആണെങ്കിലും അല്ലേ ചേ, അടുത്തടുത്തും ആയിരിക്കും. പക്ഷെ എല്ലാത്തിലും ആൾക്കാരുണ്ടാവും. ഇതൊക്കെ പള്ളിയാട്ടോ, ഇവിടുത്തെ പള്ളിയാണിത്. ഇവിടുത്തെ സായിപ്പുമാതാമ്മമാരാണത് കേട്ടോ. സൈക്കിൾ ചേട്ടൻ പോകാണ്ടോ? ഇവിടെ സൈക്കിൾ ചേട്ടന്മാരൊക്കെ സൈക്കിളിൽ പോകുന്നവർക്ക് നല്ലോണം സ്പേസ് കൊടുക്കണം. അവരെ നമ്മൾ തട്ടരുത് കേട്ടോ. അവര് നമ്മളെ വന്ന് തട്ടിയാലും നമ്മൾ അവരെ പോയി തട്ടിയാലും കുറ്റം നമുക്ക് തന്നെ അല്ലേ ചേ? അവർക്കാണ് മുൻഗണന, പ്രയോറിറ്റി സൈക്കിളുകാർക്കാണ്. അപ്പൊ നമ്മൾ ടെസ്കോ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പാർക്കറ്റിംഗ് ആണെന്ന് പാർക്കിങ്ങിലേക്ക് എത്തി നമ്മള്. അത് മൊത്തം ടെസ്കോ സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിംഗ് ആണ്. അത് കണ്ട മൊത്തം തിരക്കാട്ടോ. ഇന്ന് സൺഡേ ആയത് കാരണം സൺഡേ 4 മണി വരെ ഉള്ളൂ അല്ലേ ചേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ, അയാൾ ഇങ്ങോട്ട് കയറ്റുവോ? അല്ല, അതിന്റെ അപ്പുറൊക്കെ ഉണ്ട് കണ്ടോ, അവിടെയൊക്കെ ഉണ്ട്. നീ ഇവിടെ കയറ്റിക്കോ. ഇതാണ് ടെസ്കോ. കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പൊ നമ്മുടെ ക്യാരവാനിലേക്ക് നമ്മുടെ വാട്ടർ ടാങ്ക് വെച്ചിട്ടില്ല. കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കുറയും അല്ലേ ചേ? നല്ല വെയിറ്റാ. ഞാൻ പറഞ്ഞോ ക്യാമ്പ് പോവല്ലേ ഞങ്ങൾക്ക്? കണ്ടോ, സിമ്പിളായിട്ട് സംഭവം എടുക്കും. എന്ത് പ്രശ്നത്തിനും പരിഹാരം സാമ്പുവിന്റെ അടുത്ത്. അപ്പൊ കൂട്ടുകാരെ, സ്കൈ ബേബി റെഡി ആയിട്ടുണ്ട്. പൊന്നുമാണ് സ്കൈ ബേബിനെ ഉന്തിക്കൊണ്ട് പോണേ. അപ്പൊ ഇതാണ് ടെസ്കോന്റെ ഉള്ളല്ല, പുറം. ഇതാണ് കേട്ടോ ടെസ്കോ. ഈ കാണുന്ന മൊത്തം ഇതിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ. കണ്ടോ എത്ര വണ്ടിയാന്ന് കണ്ടോ, വലിയ പാർക്കിംഗ് ആണ്. ഇതുപോലത്തെ ഒത്തിരി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ അടുത്തടുത്ത് തന്നെ. എല്ലായിടത്തും നല്ല ആൾക്കാരായിരിക്കും. നല്ലോണം വണ്ടി വരുന്നത് ഇതിലാട്ടോ വണ്ടി വരും. നമ്മൾ ഇതിലാണ് നേരത്തെ വന്നേ. അപ്പൊ ഇതാണ് കാനോൺ പാർക്ക്. ഈ കാനോൺ പാർക്ക് എന്ന് പറയുന്നതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ടെസ്കോന്റെ സൂപ്പർ മാർക്കറ്റ് വരുന്നത്. നമുക്കെന്നാ സെന്ററിൽ കൂടെ കയറാം. സെന്ററിൽ കൂടെയോ? പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഈ കാണുന്നതാണ് കാനോൺ പാർക്ക് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ കോസ്റ്റാ കോഫി, അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും എല്ലാ സംഭവങ്ങളുമായിട്ടാണ്. ഈ കാണുന്നതാണ് ടെസ്കോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ടെസ്കോ. ട്രോളിയോ? സാധനങ്ങൾ എടുക്കാനോ? അപ്പൊ നമ്മൾ ബാസ്ക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഇനിയപ്പോ പോയിട്ട് അത് എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടേ ഇടാൻ വേറെ സാധനം ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് എവിടെയാന്ന് അറിയത്തില്ല കിട്ടുന്നേ. നമ്മൾ വണ്ടി നിർത്തിയെടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ആ ചില്ലുകൂടാരം കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ സാധനം ഉള്ളത്. ഇത് എടുത്തിട്ട് വേണം പോവാന്. അപ്പോൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ വന്നു. ഇത് പറഞ്ഞ എടുക്കാം. അയ്യോ, എടുക്കണമെങ്കിൽ ഇതിനകത്ത് പൈസ ഇടണം കേട്ടോ. ഇതിനകത്ത് കോയിൻ ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്താലാണ് ഇതിൽ അൺലോക്ക് ആവുള്ളൂ. അല്ലാണ്ട് ഇത് വലിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു കോയിൻ ഇടണം. ഇതാണ് ഇവിടുത്തെ 1 പൗണ്ട്, 1 പൗണ്ട്. അപ്പോൾ 1 പൗണ്ട് നമ്മൾ ഇടുകയാണ്. അത് ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. അത് ജാമായിരിക്കും തോന്നുന്നു, ഉള്ളോട്ട് കയറുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ
അപ്പൊ അങ്ങനെ വെച്ചു. അത് വെച്ചിട്ട് പ്രസ് ചെയ്തു കണ്ടോ, പ്രസ് ചെയ്തപ്പോൾ അത് വിട്ട കണ്ടോ, ഈ ലോക്കാണ് ലോക്കായി. എന്നിട്ട് വലിച്ചാൽ അത് പോരും കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഈ സാധനം അവിടെ ഉള്ളിൽ കയറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ആ 1 പൗണ്ട് തിരിച്ച് കിട്ടുള്ളൂ. അപ്പൊ ഇത് തിരിച്ച് കിട്ടും കേട്ടോ. അപ്പൊ നേരെ പോവാം. അപ്പൊ പൊന്നു താണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ നിന്നത്. പൊന്നു ഇവിടെ തന്നെ നിൽക്കാന്നും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ പൊന്നുവിനെയും കാണാനില്ല, കുഞ്ഞിപ്പെണ്ണിനെയും കാണാനില്ല. എവിടെ പോയെന്ന് എന്തായി പേടിപ്പിച്ച നീ പുറകെ കൂടെ വന്നേ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് വെജിറ്റബിൾസിന്റെ സെക്ഷൻ തുടങ്ങുന്നത്. അവക്കാഡോ, ആപ്പിള്, 75 റെഗുലർ ടൊമാറ്റോ ആണ് നമുക്കിതാ. ബേബി പിങ്ക് ടൊമാറ്റോ. ടൊമാറ്റോ എത്രയാ? 1 പൗണ്ട്. ക്ലബ് കാർഡ് ഉണ്ടെങ്കിൽ 75 പെൻസ് ആവുള്ളൂ. 75 ക്ലബ് കാർഡ് നമുക്കില്ല. നമ്മുടെ കയ്യിൽ ഇന്നത്തെ ബഡ്ജറ്റ് എത്രയാ? നമുക്കൊരു 5 പൗണ്ട് സാധനം. ഓക്കെ, 5-6 പൗണ്ട്. ഇതൊന്നും എടുക്കാം. അപ്പൊ കൂട്ടുകാർ നമുക്ക് ആണ്ട് ഇഞ്ചി ഉണ്ട്. ഇവിടെ കിടന്ന ഇഞ്ചി കണ്ടോ, ഇത്ര വലുപ്പമുള്ള ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ താണ്ടെ വെളുത്തുള്ളിയാണ്. നമുക്ക് വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളിയുടെ വലുപ്പം കണ്ടോ, ഇത് 1 ചുള ഇട്ടാൽ മതി കേട്ടോ. ഇതിന് 55 അല്ല, ഇതിന് കിലോയ്ക്കാ പ്രൈസ് കണ്ടോ. വെയിറ്റ് അനുസരിച്ചിട്ടാണ്. 10 ഗ്രാമിന് 18 പി. 10 ഗ്രാമിന് 18 രൂപയോളം വരും. നമുക്കിതൊരു 2-3 പോരെ. ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കൊരു കുഞ്ഞി ബാസ്ക്കറ്റ് മതിയായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും വലിയ ഇതെടുത്ത് വന്നേ. പിന്നെ ഇത് കാണിച്ചു കൊടുക്കാമല്ലോ ഇതിങ്ങനെ എടുക്കുന്നതെന്ന് ഇവരെ. പച്ചമുളകിന് ഇത്രയും പച്ചമുളകിന് 250 ഗ്രാമിന് 1.70, അതായത് 170 രൂപ. ഇനി ഇത് മൊത്തം ടൊമാറ്റോന്റെ സെക്ഷൻസ് ആട്ടോ. കുറേ ടൊമാറ്റോകൾ ഉണ്ട് കണ്ടോ. മൊത്തം തക്കാളികൾ മാത്രം. പല ടൈപ്പ് തക്കാളികളുണ്ട് കേട്ടോ. കണ്ടോ, കുഞ്ഞു കുഞ്ഞു തക്കാളികള് പല നിറത്തിൽ, പല തരത്തിൽ, പല സൈസിൽ. ടൊമാറ്റോ നല്ലോണം യൂസ് ചെയ്യും. ഇവിടെയുള്ള ആൾക്കാർ നല്ലോണം സാലഡ് കഴിക്കൂട്ടെ ഫുഡിന്റെ കൂടെ. അപ്പൊ ടൊമാറ്റോ നല്ലോണം യൂസ് ചെയ്യുന്ന സാധനം. അപ്പൊ പല ടൈപ്പിലുള്ള കണ്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൊമാറ്റോ കണ്ടോ, ആ വലിപ്പമുള്ളേ. ഇത് നമ്മുടെ നാട്ടിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ ഇല്ലേ. പിന്നെ ഈ കാണുന്നൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ടൊമാറ്റോ, നാടൻ തക്കാളി അല്ലേ. നാടൻ തക്കാളി ഒക്കെ പോലത്തെ. ഏതിന്? നമുക്കിത് മതി അല്ലേ. ഇത് മതി നമുക്ക്. നമുക്ക് 1 പൗണ്ടിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് 60 പീന്റെ ആവശ്യമുള്ളൂ. കൊണ്ട് വെച്ചോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് അതൊക്കെ നോക്കാം. കുഞ്ഞിപ്പെണ്ണെല്ലാം പുറത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ മൊത്തം കാണിക്കാൻ നിന്നാൽ നമുക്ക് തികയത്തില്ല, ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് എടുക്കാനുള്ള സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് പോവാ കേട്ടോ. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇച്ച സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ഫ്ലോർ തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കും കേട്ടോ. വെറ്റ് ഫ്ലോർ ആണ്. നമ്മള് തെന്നി വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. എടാ ഇവിടെ വെച്ച് തൂക്കി നോക്കാൻ പറ്റൂച്ചേ വെളുത്തുള്ളിയൊക്കെ. വെളുത്തുള്ളി തൂക്കി വെക്കാന്നാ ഞാനും പറഞ്ഞത്. എത്രയുണ്ട്? 182 ഗ്രാം. അപ്പൊ എത്രയാ? വെളുത്തുള്ളിന്റെ ഗാർലിക് 1.65. ഇതിനാ അവളെല്ലാം നോക്കി കിടക്കോട്ടെ. മേലെ ലൈറ്റ് ഒക്കെ ഉള്ളത് നോക്കി കിടക്കുവാണ് കുഞ്ഞിപ്പെണ്ണ്. നമ്മുടെ നാട്ടിലെ മത്തനാട്ടോ ഈ മഞ്ഞ കളറിൽ കാണുന്നേ. സവാള നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ വൈറ്റ് ഓണിയൻ അല്ലെങ്കിൽ റെഡ് ഓണിയൻ. എവിടെ ആണോ, ചുമന്ന കളറിലുള്ള ഓണിയനാണ് റെഡ് ഓണിയൻ. അതുപോലെ തന്നെ വൈറ്റ് ഓണിയനും ഉണ്ട്, വൈറ്റ് കളർ കാണുന്നത്. നമുക്ക് ഇതെടുക്കാം കേട്ടോ. 95 പെൻസ് ആണ് ഇതിന്. ഏകദേശം 1 പൗണ്ടിനടുത്ത് റേറ്റ് ഉണ്ട്. 95 പെൻസ് ആണ് കേട്ടോ. കുഞ്ഞാ ചുമപ്പ് പോരെ? ടേസ്റ്റ് കൂടുതൽ ഇതിനാന്നാണ് പൊന്നുവിന്റെ നിഗമനം. അപ്പം മധുരക്കിഴങ്ങോ? നാട്ടിലെ മധുരക്കിഴങ്ങ് കണ്ടോ? ഇതാണ് നാട്ടിലെ മധുരക്കിഴങ്ങ്. നമ്മള് പുഴുങ്ങി തിന്നണം. ഇത് നമ്മൾ നല്ല രസമായിരിക്കും അല്ലേ? വേണോ? വേണ്ട, ഞാൻ തിന്നിട്ട് ബോറടിച്ചത്. ഗർഭിണിയായിരുന്നപ്പോ എനിക്ക് തന്നെയായിരുന്നു. പൊന്നു പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കുമായിരുന്നു കേട്ടോ ഈ സാധനം. അതുണ്ടോ കുഞ്ഞിപ്പിള്ളേരുടെ ഡ്രസ്സും എല്ലാ കുഞ്ഞിപ്പിള്ളേരുടെ മാത്രമല്ല എല്ലാ ആൾക്കാരുടെയും ഡ്രസ്സും ഉണ്ട് കേട്ടോ. വലിയ ആൾക്കാരുടെ ഡ്രസ്സ് അപ്പുറ സെക്ഷനിലുണ്ട്. ഇവിടെ കുഞ്ഞിപ്പിള്ളേരുടെ സെക്ഷനാണ് തോന്നുന്നു കേട്ടോ. തേങ്ങയ്ക്ക് ഒരു തേങ്ങയ്ക്ക് വില എത്രയാന്ന് നോക്കിയോ? 90 പെൻസ്. 90 പെൻസ്. 1 പൗണ്ടിനടുത്ത് വിലയുണ്ട്. അപ്പൊ താണ്ടെ ഇവിടെയാണ് ചിക്കന്റെ സെന്റർ. കണ്ടോ പൊന്നുവിനെ മുഖത്ത് ചിരി കണ്ടാലേ അറിയില്ലേ. ഇവിടെ മൊത്തം മീറ്റ് ആട്ടോ. ഇവിടെ ചിക്കൻ സൈഡിലേക്ക് വെച്ചാ ട്രോളി. കണ്ടോ ചിക്കന്റെ വെറൈറ്റീസ്, പല ടൈപ്പ് ചിക്കൻ. അതായത് ചിക്കന്റെ ബ്രസ്റ്റ് ഫില്ലറ്റ്സ്,
അതുപോലെ തന്നെ എന്താണ് ഡ്രം സ്റ്റിക്സ്, ചിക്കന്റെ പല ടൈപ്പിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കണ്ടോ, ചിക്കനും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച ചിക്കനാണ് താണ്ടി അവർ കാണുന്നത്. അതിനൊക്കെ പല പല റേറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എടുക്കുന്ന ചിക്കൻ വെച്ചാല് നമുക്കേതെടുക്കുക, ഭയങ്കര റേറ്റ് കൂടുതലല്ലേ ഇവിടെ. നമ്മളെടുക്കുന്ന ചിക്കൻ ഇവിടെ ഇല്ലതാണ്, തീർന്നു. ചിക്കന്റെ സെക്ഷനൊക്കെ നമുക്ക് കാലിയാട്ടോ. ചിക്കന്റെ സെക്ഷനൊക്കെ ഹൽദി പ്രൈസ് മാച്ചിന്റെ അത് തീർന്നു. അതായിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. എന്നാ ചെയ്യും, നമുക്ക് പോർക്ക് എടുക്കാം. പോർക്കാ ആണ് കുഞ്ഞു പറഞ്ഞ പോലെ. നമ്മളപ്പോ ചിക്കൻ മാറ്റിയിട്ട് നമ്മൾ നേരെ പോർക്കാക്കാൻ പോവാണ്. കണ്ടോ, പോർക്കിന്റെ പീസുകൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഇവരെല്ലാം പാക്കിങ്ങും എല്ലാം. അതിന് എത്ര റേറ്റ്? പോർക്ക് ലെഗ് ജോയിന്റ്, പോർക്കിന്റെ ലെഗ് ആണ് കേട്ടോ. ലെഗ് ജോയിന്റ് ബോൺലെസ് പീസ് ആണ്. ഇതിന് എത്രയാ? 5.25. അത് 520 രൂപ ഏകദേശം നാട്ടിലെ വില. എല്ലാത്തിനും അത് തന്നെയാണ്. അത് എത്ര കിലോ ഉണ്ട്? എവിടെ എവിടെ 1.8. 2 കിലോന്റെ അടുത്ത് അതെടുക്കാം അല്ലേ? എല്ലാത്തിനും ആ റേറ്റാ. അപ്പൊ നമ്മൾ വേണ്ട ഇതെടുത്തു. ബീഫിന്റെ പല, അതായത് ബീഫ് വേറെ രീതിയിലുള്ള ബീഫാണ്. സ്റ്റീക്ക് മീൻസ് കണ്ടോ, ഡൈസ്ഡ് ബീഫ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബീഫ് അല്ലല്ലോ ഇവിടെ. കണ്ടോ, ഇവിടെ ഇങ്ങനെ പല ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഗ്രില്ല് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഭാഗത്തിനുള്ള കേട്ടോ. ഇതൊക്കെ മീറ്റ് ബോൾസ് ആണ്. ഈ മീറ്റും കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കണ്ടോ, ഇതിങ്ങനെ എണ്ണയിലിട്ട് വറുത്തം കിട്ടാൻ നല്ല അടിപൊളിയായിരിക്കും തിന്നാൻ കേട്ടോ. അതുപോലെ തന്നെ കണ്ടോ, മീറ്റ് ഇങ്ങനെ നൂഡിൽസ് പോലെ ആക്കി വെച്ചേക്കുന്നത്. ഈ സാധനമാണ് നമ്മൾ ബർഗർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതെന്താ നീ നോക്കുന്നേ? പോർക്കിന് 5.25, 1.800. 1.900 സെയിം പ്രൈസ് കേട്ടോ. അപ്പൊ നമുക്ക് അത് മാറ്റിയിട്ട് ഇതെടുക്കാം. ഇതെന്താണ്, ഇത് ഗോതമ്പിന്റെ ഒക്കെയാന്ന് തോന്നുന്ന സാധനം. നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറ്. ഇത് നമ്മുടെ പാൻറ് വെച്ചിട്ട് ചൂടാക്കി നല്ല ചപ്പാത്തി പോലെ കൂട്ടും, പോർക്കും കൂട്ടിയിട്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇതെടുക്കാം. അപ്പൊ എല്ലായില്ലേ, പോവാം. ഇനി ഒരു സാധനം കാണിച്ചു കൊടുക്കാണ്ട് കൂട്ടുകാർക്ക്. എന്ത് സാധനം? ഇവിടുത്തെ വേറൊരു പ്രത്യേക കളക്ഷൻ. ഫോണിൽ പോവേ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞത് ഈ സെക്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഡ്രിങ്ക്സ്, അതായത് ആൽക്കഹോൾ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ നമുക്കിങ്ങനെ ബിവറേജിൽ പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുപ്പിയൊക്കെ വാങ്ങിക്കുന്നവർക്ക് കണ്ടോ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഇവിടുത്തെ സാധനം, ഇവിടുത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടുത്തെ പല പേരിലുള്ള പല പല ബ്രാൻഡുകളാണ്. ഇത് കണ്ടോ, സ്കോച്ച് ഒന്നുമല്ലടി. ഇതൊക്കെയാണ് വൈറ്റ് റം, അതുപോലെ തന്നെ ഡാർക്ക് റം, നേവി റം, അങ്ങനെ പല പല 3 ബാരൽസ്, പല പല ബ്രാൻഡുകളുണ്ട് കേട്ടോ. സ്കോച്ച് ആദ്യം കാണുന്ന സ്കോച്ചിന്റെ സെക്ഷൻ കണ്ടോ, സ്കോച്ച് വിസ്കി, സ്കോച്ച്. അയ്യോ, ഒന്നും അറിയാത്ത പോലെ. അപ്പൊ നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെയും ബില്ല് ചെയ്യാം, പിന്നെ നമുക്ക് ഇവര് ചെയ്തും തരും കേട്ടോ. ഇപ്പൊ തിരക്കില്ലാതാണ് നമ്മൾ ഇവരുടെ അടുത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെത്രയാണെന്ന് അറിയാൻ അവരെന്തായാലും വരേണ്ടി വരും. സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കും നമ്മളിവിടെ. എന്നിട്ട് അവര് ബില്ല് ചെയ്ത് തരും. നമ്മൾ ഇതുവഴി അപ്പുറത്തെടുക്കാം നമ്മുടെ ട്രോളിയും കൊണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് വരും. നമ്മൾ 5 പൗണ്ടിന് സാധനം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് 22 പൗണ്ട് ആയിട്ടുണ്ട്. അതായത് 2300 രൂപ ആയിട്ടുണ്ടാവും ഏകദേശം. ബേബി ഉറങ്ങി കേട്ടോ. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ വരുന്നുണ്ട്. എന്താടാ നമ്മുടെ പോർക്കിന് എത്ര വില അറിയാവോ? 11.74. അതെന്താ ഇതിനകത്ത് എഴുതിയേക്കാൻ ഇതുണ്ടോ, പ്രൈസ് പെർ മാക്സ് കണ്ടോ ഇവിടെ എഴുതിക്കുന്നേ. ഇത് 1 കിലോയ്ക്കാണ് 5.25. 5.25. നമ്മൾ വായിച്ചു നോക്കിയില്ല. എന്നാ അത് എടുക്കണ്ട കുഞ്ഞാ. 5.25
സാറല്ലേ എടുത്തില്ലേ? അതെടുക്കണ്ട, അത് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഇനി ഇതിന്റെ ഇത് മാറ്റുന്നെങ്കിൽ കസ്റ്റമർ സർവീസിൽ പോണം. ചോദിച്ചു നോക്കാം, നമുക്കിത് വേണ്ടാന്ന് പറയാം. വേണ്ട, നമുക്ക് പൈസ റിട്ടേൺ കിട്ടും ചോദിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ നമുക്ക് അവിടെ റീഫണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാധനത്തിന്റെ. കണ്ടോ ഈ ബില്ല് കണ്ടോ? അപ്പൊ നമ്മൾ അവിടെ കവറിനകത്തേക്ക് സാധനം മൊത്തം മാറ്റണം, എങ്കിലാണ് നമുക്ക് നമ്മൾ ഒരു പൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അടുത്ത സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത് അതിന്റെ പുറകിൽ തന്നെയാ കേട്ടോ. എവിടെയായിരുന്നു ആദ്യം? ഇതിന്റെ പുറകില്. ആണോ? ആ, നടന്നു പോയാ പോരെ? നടന്നു കൊണ്ടുവരുള്ളൂ. ആ, വണ്ടി കൊണ്ട് പോവാ, ഇതിന്റെ പാർസം ഉണ്ടാവൂല്ലോ. അയ്യോ, എന്റെ കുഞ്ഞുപെണ്ണിന്റെ മൊത്തം വെയിലടിക്കുന്നേ. ഞാൻ മറഞ്ഞു. നമ്മള് വെയിലടിക്കുമ്പോ നമ്മളിതങ്ങ് താത്തിയിട്ടാ പ്രശ്നം തീർന്നു. വെയിലടിക്കുന്നില്ലല്ലോ കേട്ടോ. അപ്പൊ നമ്മുടെ ട്രോളി അങ്ങനെ കാലിയായിട്ടുണ്ട്. നമുക്ക് തിരിച്ചു കൊണ്ടുപോയി വെക്കാം. തിരിച്ചു കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ഒരു പൗണ്ട് കിട്ടും കേട്ടോ. കുഞ്ഞിനെ നമ്മുടെ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നുണ്ട്. അപ്പൊ നേരെ കണ്ടോ തിരിച്ച് നമ്മളങ്ങനെ എത്തി. നേരെ കൊണ്ട് ഇടിച്ചം കയറ്റണം കേട്ടോ. ഇടിച്ചം കയറ്റി. ഇടിച്ച് കയറ്റിയിട്ട് ഈ ക്ലിപ്പ്, ഈ സാധനമല്ല ഇതിന്റെ മുന്നിലുള്ളതിന്റെ ഈ ഒരു സാധനം ഇതിനകത്ത് കണക്ട് ചെയ്യണം. ഇതൊന്ന് കണക്ട് ചെയ്യുമ്പോൾ കണ്ടോ തെറിച്ചു വന്നു നമ്മുടെ ഒരു പൗണ്ട്. അപ്പോൾ ഒരുപാട് തിരിച്ചു കിട്ടി. അപ്പോൾ ഇനി അടുത്ത വട്ടം നമ്മൾ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യുമ്പോൾ, നമുക്ക് ഇങ്ങനത്തെ ട്രോളി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇനി ഒരു പൗണ്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അവിടെ അൽത്തിയിലെത്തി. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഷോപ്പ് അടയ്ക്കും കേട്ടോ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. 4 മണി വരെ ഉള്ളൂ. ഇപ്പം 3:55 കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ സവാളയും വെളുത്തുള്ളി ചുമ്മാ വരട്ടി കഴിക്കേണ്ടി വരുമെന്ന്. നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. കയറി. ഇനി നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ പോർക്കോ കണ്ടുപിടിക്കണം. അപ്പൊ പൊന്നുവിനെ കൂട്ടിയിട്ടില്ല കേട്ടോ. കുഞ്ഞു വണ്ടിയിലുണ്ട്. സമയം പോയതുകൊണ്ട് ഞാൻ മാത്രം വന്നുള്ളൂ. കണ്ടോ ഇവിടെ ചിക്കൻ്റെ സെക്ഷനൊക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഡിസിഷൻ വീണ്ടും മാറ്റി 2 ചിക്കൻ വിങ്സ് എടുത്തിട്ടോ. അപ്പൊ ചിക്കൻ വിങ്സ് നമുക്ക് നേരെ പോയിട്ട് ബില്ല് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിന്റെ കൂടെ നമ്മൾ വേറെ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. മുട്ട 12 മുട്ടയും വാങ്ങിച്ചു. അപ്പൊ നമ്മളൊരു പോർക്ക് വാങ്ങിക്കേണ്ട സമയത്ത് നമ്മൾ 2 പാക്കറ്റ് ചിക്കനും വാങ്ങിച്ചു. അതുപോലെ തന്നെ 12 മുട്ടയും വാങ്ങിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. നല്ല വരട്ടി എടുക്കാലോ. അവൻ ആദ്യം തിന്നിട്ട് അവന്റെ പാക്കറ്റ് എനിക്ക് തന്നു കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ വരുന്ന വഴിക്ക് പൊന്നു താണ്ട് ഇത് കണ്ടുപിടിച്ചതാ കേട്ടോ. ഇത് മറ്റേ ബ്ലാക്ക്ബെറി ഇല്ലേ? ബ്ലാക്ക്ബെറി ആണോ ബ്ലൂബെറി ആണോ? ബ്ലാക്ക്ബെറി ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് പൊന്നുവിന് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പൊ പൊന്നുവിന് 2 പറിച്ചു കൊടുത്തേക്കാം. ഫ്രഷ് ആയിട്ടുള്ള ബ്ലാക്ക്ബെറി കേട്ടോ. നമ്മൾ പണ്ട് ഇത് ഒത്തിരി പറിച്ചു കഴിക്കുവായിരുന്നു. ഇതിന് ഇവിടെ 2 പൗണ്ട് അങ്ങനെ ഇപ്പൊ പോയി. അപ്പൊ കൂട്ടുകാരെ നോക്കിയേ, ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നുണ്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതാ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ വെട്ടി നുറുക്കി കഴുകി ഇതാ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാവേ. ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു സാധനമാണ്. എല്ലാവരും തട്ടിക്കൂട്ടുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ബ്രെഡ് 2 ഇത് ഇച്ചേൻ്റെയാണ്. ഇച്ചയ്ക്ക് ആദ്യം വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ കൈ കടിക്കല്ലേ. അപ്പോൾ നമ്മൾ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിലാണ്. ഞാൻ സവാള അരിഞ്ഞത് കേട്ടോ. എവിടെ പോയി കത്തി? അപ്പൊ ഇവിടെ ചിക്കൻ നല്ല പുരട്ടി വെക്കുന്നുണ്ട്. നല്ല വറക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, ഉപ്പ്, എല്ലാം മസാല ഒക്കെ ഇട്ട് കിച്ചന്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് അങ്ങ് കുഴച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ സവാള അരി കേട്ടോ. ഇത് വെള്ള കളർ സവാള, ഇത് ചുവന്ന കളർ സവാള. നമുക്കൊരു വെള്ള കളർ സവാള ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട്, തനി വെള്ളയാണ് ഇത്. കുഞ്ഞിപ്പെണ്ണ് അപ്പം എണീച്ചു. കുഞ്ഞിപ്പെണ്ണ് അപ്പം തന്നെ ഞാൻ പോന്നപ്പോ തന്നെ എണീച്ചു കേട്ടോ. ഞാൻ ഇല്ലാണ്ട് ഇപ്പൊ കിടക്കേ ഇല്ല. അപ്പൊ ഇച്ചതാ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കല്ലേ. അപ്പൊ നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ ഓരോന്ന് ഇട്ടിട്ട് നേരത്തെ ഇതൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണുള്ളത് കാരണം എല്ലാം തുറന്നിട്ടേക്കോ. നമ്മള് പത്തിട്ട് കാണാം. അപ്പൊ കൂട്ടുകാരെ, പൊന്നതാണ്ട് സവാള അരിഞ്ഞോണ്ടിരിക്കുകയാണ്. സവാള അരിഞ്ഞ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതാണ്ട് ചിക്കൻ വറുത്തോണ്ടിരിക്കുമ്പോൾ ചിക്കൻ മൂടി വെച്ചു. നമ്മുടെ അടുത്ത് മൂടിയില്ലാത്തതുകൊണ്ട് വേറൊരു പാൻ എടുത്തിട്ട് തന്നെ മൂടി വെച്ചിട്ടോ. ആദ്യത്തെ ചിക്കൻ ഇട്ടതും വറുത്ത് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. സമയം എടുക്കും. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് താണ്ടി ഇവിടെ കടന്ന് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട് എല്ലാം.
പെണ്ണെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. സൈഡിലെ ആ സൈഡിലെയും ഫ്രണ്ടിലെയും ഈ സൈഡിലെ വിൻഡോയും എല്ലാം ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് പറഞ്ഞില്ലേ നമ്മൾ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിടുമെന്ന്. പിന്നെ നമ്മുടെ മേലത്തെ വിൻഡോയും ഇത് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോർ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. കുഞ്ഞു അപ്പൊ അങ്ങനെ തകൃതിയിൽ അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ മസാലയായിട്ട് അങ്ങ് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോനെ കണ്ടോ ചിക്കൻ കടായി. ഇതാണ് ചിക്കൻ കടായി. കടായി ചിക്കൻ പൊടി. എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണ് എഴുതി കൊടുക്കുവോ പുരുക എഴുതുവോന്നൊക്കെ. പക്ഷെ നമുക്ക് എഴുതാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡ്രൈ സ്കിൻ ആണ്. അങ്ങനത്തെ ഒന്നും ഇല്ല. എഴുതാൻ ഇപ്പം ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ എഴുതിയാൽ ഡ്രൈ സ്കിൻ കുറച്ചുകൂടെ ഇവിടെ ആയതുകൊണ്ടാണ് ഇത്ര സീന്. നാട്ടിൽ വന്നിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ കടായി എന്നാണ് വലിയ പേര് പറഞ്ഞേ. ഓഫാക്കി ഇപ്പം. അപ്പൊ ഇതിനെ കൂട്ടി തിന്നാനൊന്നും വേണ്ട. കൂട്ടി തിന്നാൻ എടുക്കാം. പൊറോട്ട ചൂടാക്കണ്ടേ? പൊറോട്ട അല്ല ചപ്പാത്തി. ചപ്പാത്തി ചൂടാക്കണ്ടേ? ചപ്പാത്തി ചൂടാക്കാം. അപ്പൊ ചപ്പാത്തി ചൂടാക്കിട്ട് ഞങ്ങൾ ഇത് കൂട്ടി കഴിക്കൂട്ടോ. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിമെയ്ഡ് ചപ്പാത്തിയാണത്. കൈയും കൊണ്ടിട്ടിട്ട് കറക്കി 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 മായാ. അയ്യോ 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 ആ സാരല്ല. എന്താ പോർക്ക് കഴിച്ചാല് കുഞ്ഞു ബേബിക്ക് മുടി ഉണ്ടാവൂന്ന്. അങ്ങനെ ഉണ്ടെന്ന് കൊണ്ടുണ്ട്. സങ്കടായി പോയോ? മുടിയില്ല മൊത്തയാട്ടോ. സന്തോഷായ കുട്ടിയെ. അപ്പൊ കഴിക്കാ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെ അപ്പൊ ഇതാ നല്ല ചപ്പാത്തിയും നല്ല കടായി ചിക്കൻ. ഇതിനാണ് കടായി ചിക്കൻ എന്ന് പറയുന്നത്. നല്ല വറുത്ത ചിക്കൻ വരട്ടി വെക്കുന്നതിനാണ് കടായി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ ഇതും കറിയും ആയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ആയിട്ടുണ്ട്. അപ്പൊ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ കഴിക്കട്ടെ. ഞാൻ തരാം. അപ്പൊ നമ്മുടെ ഒരു പീസ് ഈ നമ്മുടെ ഇതെടുത്തു, റോൾ എടുത്തു. എന്നിട്ട് റോസ്റ്റ് അല്ല അതിന്റെ റോള് കൊതിപ്പിക്കാണ്ടൊന്ന് തരുമോ കുഞ്ഞാ? കുറച്ച് ചിക്കൻ പീസും എടുത്തു. അതിന്റെ കൂടെ കുറച്ച് ഗ്രേവി എടുത്തു. എന്നിട്ട് കുഞ്ഞിന് കൊടുത്തു നോക്കാം എന്താ സ്ഥിതി നോക്കാം. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ ഞാൻ ടേസ്റ്റ് നോക്കിയില്ലായിരുന്നു. കൊള്ളാടാ. എപ്പോഴും കൊള്ളാന്ന് പറഞ്ഞ നിനക്കൊക്കെ ഹൈലൈറ്റ് കേറിപ്പോയിട്ടെ അങ്ങ് എത്തിയാലോ. അടിപൊളിയുണ്ട്. അപ്പൊ കഴിക്കട്ടെ കളി. അപ്പൊ അത്രയുള്ള വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ചിക്കൻ കാല് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി ഞാനിങ്ങനെ കാണിക്കുന്ന കൊച്ചു കൊച്ചു പേച്ചായി.